കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയതായി നിയമിതനായ അതിരൂപതാധികാരി മാർ പാംപ്ലാനി അടുത്ത ഘട്ട ചർച്ചകൾക്കായി നാളെ എറണാകുളത്തേക്ക് എത്തുകയാണ്. അതിരൂപതയിലെത്തിയാൽ ബാച്ച് സുഹൃത്തുക്കളുടെ ഗസ്റ്റ് ഹൗസുകളിൽ തങ്ങിയാണ് നിലവിലെ സഭാ ചാണക്യൻ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാറുള്ളത്. അതാണ് കണ്ടുവരുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ബാക്കി പത്രമായതിനാൽ വലിയ ചർച്ചകളുടെ ആവശ്യമുണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് അറിയുന്നത്. തലൈവർ ഇല്ലെങ്കിലും കുര്യയിലെ വിശ്വസ്തർ ഉൾപ്പെടെ ചേർന്ന് വിമതർ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിരൂപത കുര്യയെ മാറ്റുക, മുൻ സമവായം വീണ്ടും നടപ്പിലാക്കുക, ഞായറാഴ്ചകളിൽ ഒരു കുർബാന, അതിനു തന്നെ ഒരു വർഷം എങ്കിലും സമയം സിനഡിനോടും വത്തിക്കാനോടും ആവശ്യപ്പെടുക, ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്ന വൈദികരെ അതിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയവയായിരിക്കും ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാന ശുപാർശകളിലൊന്ന്. അതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പിന്നീട് ഒരു മീറ്റിംഗ് കൂടി ചേർന്നേക്കാം. പെട്ടെന്ന് തീരുമാനമായാൽ ചിലപ്പോൾ പ്രതിഷേധം ഉണ്ടായാലോ എന്ന് പേടിച്ചാണ് പ്രഹസനത്തിന് ഒരു മീറ്റിംഗ് കൂടി കൂടുന്നത്. ഒരു പൊടിയിടൽ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. ഇനി മേൽ പറഞ്ഞ കുർബാന നടപ്പിലാക്കുമോ? അതാണല്ലോ പ്രധാന തർക്കം. ഈ സമവായം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് മാർ പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ്. എന്നിട്ട് അത് നടപ്പിലാക്കിയോ? ഇല്ല. യഥാർത്ഥത്തിൽ അന്ന് അത് ഉണ്ടാക്കിയത് പുറകെ വരുന്ന സിനഡിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ? പിന്നീട് സമവായം വെറും പ്രഹസനമാക്കി മാറ്റിയില്ലേ? അതിനു പുറകെ വിശ്വാസികളെ ഞെട്ടിച്ചുകൊണ്ട് അരമന പിടിച്ചെടുക്കൽ സമരവും വന്നു. അന്നത്തെ മെത്രാൻമാർ ബോസ്കോ പുത്തൂർ ഉൾപ്പെടെ കുരിയ ഓടി രക്ഷപ്പെട്ടു. കുരിയ രാജിവെച്ചു പോയെന്നാൽ അതൊരു ചതിയായിരുന്നുവെന്ന് മനസ്സിലാക്കിയ മാർ ബോസ്കോ പുത്തൂർ അരമനയിൽ തിരിച്ചെത്തി പുതിയ കുരിയ ഉണ്ടാക്കുകയായിരുന്നു. അന്ന് മാർ ബോസ്കോ കുര്യയ്ക്കൊപ്പം രാജിവെച്ചു പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിരൂപതാധികാരിയായ സ്ഥാനത്ത് പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്ററായി മാർ പാംപ്ലാനി എത്തുമായിരുന്നു. തുടർന്ന് ഈ സിനഡ് തന്നെ വീണ്ടും പദ്ധതി തയ്യാറാക്കിയനെ. അങ്കമാലി സമര നാടകം പൊളിഞ്ഞപ്പോൾ അസ്വസ്ഥരായി വിമത മെത്രാന്മാരുടെ നിർദ്ദേശപ്രകാരം 21 വൈദികരെ തയ്യാറാക്കി അരമനയിലേക്ക് നൈപുണ്യയുടെ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നുവല്ലോ. അതിന്റെ പിന്നിൽ ഇവരുടെയൊക്കെ കറുത്ത കരങ്ങളില്ലായിരുന്നുവെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ? പിന്നീട് നടന്നതെല്ലാം ലോകം കണ്ടതാണല്ലോ. തുടർന്നാണ് ലക്ഷ്യം നേടി തലൈവർ സഭാ തലവനൊപ്പം അരമനയിലെത്തി ചാർജ് ഏറ്റെടുത്തത്. തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതല്ലേ. സഭാ തലവൻ വെറും കാഴ്ചക്കാരനായി എളിമയോടെ ചിരിച്ചു നിൽക്കുന്നത് വിശ്വാസികളിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. അത് കണ്ടാൽ ആർക്കും മനസ്സിലാകും ആരാണ് യഥാർത്ഥ തലവനെന്ന്. സഭാ നേതൃത്വം ഇത്രയും അധപ്പതിച്ചു. ആകെ 4 മെത്രാന്മാരുടെ വോട്ട് കിട്ടിയുള്ളൂ എങ്കിലും ഇപ്പോൾ സഭാ തലവൻ തട്ടിൽ പിതാവ് തന്നെയല്ലേ. അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സഭയുടെ പരാജയമാണ്. സഭാ മെത്രാന്മാർക്ക് ഇതെന്തു പറ്റി? പൊതുസമൂഹം പോലും പറയുന്നത് സഭാ നേതൃത്വവും വിമതരും സഭയെ തകർക്കാൻ മത്സരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ താത്കാലികമായി നിങ്ങൾ വിജയിച്ചേക്കാം. കാരണം സഭ നശിക്കുന്നത് അതിനുള്ളിലെ അന്തഛിദ്രം മൂലമാണ്. ഒപ്പം സഭയെ ചില ബാഹ്യ ശക്തികൾക്കൊപ്പം കൂടി വിറ്റ് കാശാക്കുകയാണ്. അതിനിടയിൽ സഭാസ്നേഹം പറയുന്ന ചില സംഘടനകളുടെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം അവരും മൗനത്തിലാണ്. ചിലരുടെ ചട്ടുകങ്ങളും ചാരന്മാരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എല്ലാം ഇടയിൽപ്പെട്ട് പിടയാൻ മാത്രമേ സാധാരണ വിശ്വാസികൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടൊക്കെ മനം മറത്തിട്ടാകണം വിശ്വാസികൾ സഭ വിട്ട് പോകുന്നത്.